അവൻ പറയണ പടമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല പടമൊന്നുമല്ല. 10 എത്ര കൊടുക്കും? 10 ഒരു 8 കൊടുക്കും. ഞാൻ ഡീസന്റ് ആയിട്ട് 10 8 പടം ഉണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം, 10 8 പടമൊന്നുമില്ല. ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് വരുന്നോണ്ടാണ് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ പടം മറ്റൊരു ആസ് എ പടം അത് ആക്ച്വലി ഒരു ഡീസന്റ് വാച്ച് തന്നെയായിരുന്നു. അതാ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അത്രയും കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ വെക്കുന്നത്? അല്ലാണ്ട് ഒരു പടമായിട്ട് പോയി കാണൂ. നീ ചിരിച്ചില്ലേ? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലൈമാക്സ് പ്രശ്നമായിരുന്നു. ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വരണം സത്യം പറഞ്ഞ സൂര്യയുടെ റിട്ടയർമെന്റ് പടം മൂഞ്ചി പടം അങ്ങ് ടോട്ടലി ഡിസാസ്റ്റർ ആയിരുന്നു. ഇതിനകത്ത് പലരും പറയുന്നുണ്ട് ജയറാമേട്ടനൊക്കെ ഭയങ്കര കോമളിത്തരം കാണിച്ചത്. അദ്ദേഹം നല്ല രീതിയിലാണ് അഭിനയിച്ചത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ റോള് ചെയ്തേക്കുന്നത്. കുഴപ്പമില്ല. ചില എലിമെന്റ്സ് ഒക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ അടിപൊളി പടമാണ്, വളരെ ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. പിന്നെ ഇതിനകത്ത് പലരും പറയുന്നുണ്ട് ജയറാമേട്ടനൊക്കെ ഭയങ്കര കോമളിത്തരം കാണിച്ചത്. അദ്ദേഹം നല്ല രീതിയിലാണ് അഭിനയിച്ചത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ റോള് ചെയ്തേക്കുന്നത്. പിന്നെ സൂര്യയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗൊക്കെ വളരെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്ലൈമാക്സിലെ ആ സ്റ്റോറി ലൈൻ കുറച്ച് ജിഗർദണ്ഡ ഡബിൾ എക്സിൻ്റെ ഒരു ചെറിയൊരു ഒരു സായൽ ഫീൽ ചെയ്തായിരുന്നു. ഓവറോൾ ഇഷ്ടപ്പെട്ടു. അവൻ പറയണ പടമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല പടമൊന്നുമല്ല. കോമഡി പടം പോലെ തോന്നിയത്. അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് ഓടായിട്ട് തോന്നും. കാർത്തിക് സുബ്രാജിൻ്റെ സിനിമയായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നാൽ നമുക്ക് ആ ഫീല് കിട്ടില്ല. പേട്ടെ മഹാനും ചെയ്ത മനുഷ്യനാണ് ഇത് ചെയ്ത് നമുക്ക് തോന്നത്തില്ല. പടം അത്ര അങ്ങ് ഇമോഷണലി ഒന്നും ഒട്ടും കണക്റ്റ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല നല്ല ഷോട്ടുകളുണ്ട്, ടെക്നിക്കലി പടം കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് പടം ഒരുപാട് ഇച്ചിരി ബാക്കിലോട്ടായി പോയി. നല്ലൊരു ഡീസന്റ് വാച്ച് പടമാണ്. ക്ലൈമാക്സിൽ ചെറിയൊരു പ്രശ്നങ്ങളല്ലാണ്ട് ടെക്നിക്കലിയും സ്ക്രീൻ പ്ലേ വൈസും ആക്ടിങ് വൈസും എല്ലാം നല്ലൊരു പടമാണ്. ഇവരിത്രയും അത് ആക്ച്വലി ഒരു ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു വലിയ രീതിയിൽ ഡീഗ്രേഡിങ് നടക്കുന്ന ഒരു പടമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയൊന്നും പറയാനൊന്നുമില്ല. ഒരു നല്ല ഡീസന്റ് വാച്ചാണ്, കാണാൻ പറ്റും. 10 എത്ര കൊടുക്കും? 10 എത്ര കൊടുക്കും? 10 ഒരു 8 കൊടുക്കും. ഞാൻ ഡീസന്റ് ആയിട്ട് 10 8 പടം ഉണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം, 10 8 പടമൊന്നുമില്ല. ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. ഞാൻ അയാളെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഞാൻ കാർത്തിക് സുബ്രാജിൻ്റെ എല്ലാ ഫിലിമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. എന്നാലും നിങ്ങൾ ആ ഒരു കാർത്തിക് സുബ്രാജിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് അല്ലാണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് ആ പടം എൻജോയ് ചെയ്യും. അത് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി പറയുന്നത്. ആർക്ക് വേണോ ഇത് കൊടുക്കണം. ആക്ച്വലി പറയാം, ഞാൻ പറയട്ടെ, ഓരോ സ്ഥലത്ത് ഫൈറ്റ് സീൻസ് ഉണ്ട്, പാട്ടും ഇല്ല, ഒന്നുമില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒരു സീനിൽ ഫൈറ്റ് അടിപൊളിയാണെങ്കിൽ ആ ടൈമിലുള്ള പാട്ട് ശരിയാവില്ല. ആ പാട്ട് ഞാൻ ചേട്ടാ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. അയാൾ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്താൽ മാത്രം കാര്യമില്ല. എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് വരുന്നോണ്ടാണ് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ പടം മറ്റൊരു ആസ് എ പടം അത് ആക്ച്വലി ഒരു ഡീസന്റ് വാച്ച് തന്നെയായിരുന്നു. അതാ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അത്രയും കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ എക്സ്പെക്ടേഷൻ വെക്കുന്നത്? അല്ലാണ്ട് ഒരു പടമായിട്ട് പോയി കാണൂ. ഞാൻ പറയട്ടെ, അത് ഓക്കെ. നീ ചിരിച്ചില്ലേ? ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ക്ലൈമാക്സ് പ്രശ്നമായിരുന്നു. ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഇത്രയും ഡിഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വരണം, കുഴപ്പമില്ല. ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. സത്യം പറഞ്ഞ സൂര്യയുടെ റിട്ടയർമെന്റ് പടം മൂഞ്ചി പടം അങ്ങ് ടോട്ടലി ഡിസാസ്റ്റർ ആയിരുന്നു. ഒന്നും പറയാം, എന്താ പറയണ്ടോ? പടം പറയുമ്പോൾ സൂര്യനെ വലിയ മാസമൊന്നും നമുക്ക് ഫീൽ ആയില്ല. സത്യം പറയാം. സോ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ? കാർത്തിക് സുബ്രാജ് പ്രതീക്ഷിച്ച് വന്നതാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷേ പടം സ്ക്രിപ്റ്റ് ശേഷം ആക്ടിങ് കൊള്ളായിരുന്നു. കിടില ആക്ടിങ് സൂര്യയുടെ. പൊളിയാണ് സത്യം. അത് തുടരിന്റെ എഫക്റ്റ് ആണ്. തുടരൻ സിനിമ ഒന്നുണ്ടേ, അതിന്റെ എഫക്റ്റാണ്. പടം കേട്ടില്ല. നമുക്ക് എന്താ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. ഏകദേശം 11-12 പേരുണ്ടായിരുന്നു. അറിയാൻ നേരത്തെ ബുക്ക് ചെയ്തു പോയി, അതാണ് പെട്ടുപോയത്. അല്ലേ, പെട്ടുപോയി, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്സായിട്ട് വന്നിരുന്നോണ്ട് നമ്മളങ്ങ് ചില്ലായിട്ടിരുന്ന കണ്ടു. പിന്നെ എന്തൊക്കെ ചിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലതായിരുന്നു. ഡീഗ്രേഡിങ് പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് പോർഷനൊക്കെ അടിപൊളിയായിരുന്നു. മ്യൂസിക് നന്നായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. പടം കൊള്ളാം ബ്രോ. ഫസ്റ്റ് ഹാഫ് പോലെ സെക്കൻഡ് ഹാഫ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നെന്ന് തോന്നി. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ പടം വേണമായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ശകലം ഒരു ലാഗ് ഉണ്ട്, എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. ലാസ്റ്റ് നല്ല എൻഡിങ്ങും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് പോലെ വന്നില്ല. ഫസ്റ്റ് ഹാഫ് ആയിരുന്നു പടത്തിൻ്റെ ഏറ്റവും വലിയ പീക്ക്.